മഴയൊക്കെയായി ഒന്നും ഉണങ്ങുന്നില്ല. എപ്പോ ഉണങ്ങും ഇതൊക്കെ? മോനെ, എന്താച്ചാ ഈ തുണിയൊക്കെ ഒന്ന് മാറിയിട്ടാ. എന്റെ അച്ഛ, ഞാൻ പഠിത്തത്തില. ഇപ്പൊ ഒന്നും നേരമില്ല. നിനക്ക് എന്താടാ നേരമില്ലാത്ത? കാരണം നമ്മുടെയൊക്കെ കാലത്ത് പഠിക്കും, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ വിളിക്കും, തുണി എടുത്തിടാൻ പറയും. അത് പോയി എടുത്തിടും വേണം. അന്നാലേ പിന്നെയും പഠിക്കാൻ കഴിയും. നിനക്കൊക്കെ ഇച്ചിരി വലിയ കോളേജായി പോയി. ഒരു മിനിറ്റ്, നീയൊക്കെ പഠിക്കാന്നും പറഞ്ഞ് ഗെയിം കളിക്കാനാന്ന് എനിക്കറിയായിരുന്നതാ. എനിക്കറിയാം നീയൊക്കെ നിനക്ക് വലിയ ടാഗുമായി തന്നു ഗെയിം കളിക്കണം. വെള്ളപ്പോയി എന്തിനില്ല. നമ്മുടെയൊക്കെ കാലത്ത് ഒന്നുമില്ല. പോയിട്ടൊരു നോക്കിയ ഫോൺ ഉണ്ടായിരുന്നു, അതിനകത്ത് പാമ്പിന് തിരിച്ചു കൊടുക്കുന്ന ഒരു ഗെയിമും. എന്നാ സമ്മതിച്ചാൽ ചോറും കറിയും വെച്ച് കളിക്കാൻ പറയും. ഇതൊക്കെ നമ്മുടെ കാലത്തുള്ളൂ. നിൻ്റെയൊക്കെ 4 മക്കളുണ്ടല്ലോ, 3 മക്കളുണ്ടല്ലോ, നോക്കണം. കളിച്ചോണ്ടിരുന്നോ? വലുതായി മുതുക്കായിപ്പോയി. ഞാൻ പറയാം, അച്ഛന് വയ്യാതെയൊക്കെ ആയടാ. അമ്മച്ചിയുടെ ചുരിദാറും സാരിയും ഒക്കെ ഒന്ന് താഴെ കൊണ്ടേ ഒരു ബക്കറ്റ് എടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. എൻ്റെ അച്ഛൻ ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? എന്നാ കളിച്ചോണ്ട്? എടാ, ആ കളിക്കുന്നുണ്ട്. ഞാനൊന്ന് സമയം പറഞ്ഞാ നിനക്ക് ആ ബക്കറ്റ് എടുത്തോണ്ട് വന്ന് ഇതെല്ലാം കൂടി ഒന്നില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, ബക്കറ്റ് എടുത്തോണ്ട് വന്നാൽ പോരെ. ഞാനല്ലേ ഇടുന്നത്. അമ്മേനെ കണ്ടാ മോൻ പഠിക്കുന്നു. കാരണം അച്ഛന്മാരെ കണ്ടാ മോൻ പഠിക്കുന്നു. ഏത് സൈക്കിളിൽ കൊണ്ടാണെന്ന് പറഞ്ഞു പോയിരിക്കുന്നു. ആവശ്യമുണ്ട് മുതുക്കായിപ്പോയി, ഒരു ഹോംവർക്കും ഇല്ലാതെ ആയിപ്പോയി. എന്നാ പറയാ, എന്താ ടീച്ചർ ഹോംവർക്ക് ഇട്ടിട്ടുണ്ടല്ലോ. രാമു 2 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കും. അവൻ 1 ലിറ്റർ മറച്ചു കളഞ്ഞു. ബാക്കി എത്ര ലിറ്റർ വെള്ളം ഉണ്ണി ഉണ്ടെന്ന് അത് നിനക്കൊക്കെ പറയാൻ അറിയൂല്ല. പോയിട്ട് അത്രയും വെള്ളം നീ കുടിക്കൂല്ല. കാരണം നിന്റെയൊക്കെ കിഡ്നി അടിച്ചു പോകൂടാ. കിഡ്നി മോനെ വന്ന് കുഞ്ഞിക്കൊച്ച